കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ അൾസ്റ്റർ യൂണിവേഴ്സിറ്റി ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റികളൊന്നായ അൾസ്റ്റർ യൂണിവേഴ്സിറ്റികളുടെ യാത്രയിലാണ് ഞാനുള്ളത്. അപ്പം പ്രൈമാർക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ച പോലെ പ്രൈമാർക്കും വളരെ ബിസിനസ് മേഖലകളിൽ, കച്ചവട മേഖലകളിൽ, ഷോപ്പിംഗ് മേഖലകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ്. അതിൻ്റെ ഉള്ളിലൂടെയാണ് ഞാൻ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്. ഇവിടെ ഈ പ്രൈമാർക്കിൻ്റെ കവാടം കടന്ന് മറ്റൊരു സൈഡിലുള്ള എതിർവശത്തുള്ള കവാടത്തിലൂടെ പോവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ യൂണിവേഴ്സിറ്റിയിലെത്താമെന്നത് കൊണ്ട് പ്രൈമാർക്കിൻ്റെ അതിലൂടെയാണ് ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈമാർക്ക് വിലക്കുറവ് കൊണ്ടും മറ്റ് പല രീതിയിലും ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇംഗ്ലണ്ടിലെ ഷോപ്പാണ്. അപ്പം പ്രൈമാർക്കിൻ്റെ ഇടയിലൂടെയുള്ള എൻ്റെ യാത്ര അൾസ്റ്റർ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അങ്ങനെ അൾസ്റ്റർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനുള്ള വഴിയായിട്ട് ഞാൻ എളുപ്പത്തിലുള്ളൊരു വഴിയായിട്ട് ഈ പ്രൈമാർക്ക് എന്ന ഷോപ്പിൻ്റെ ഉള്ളിലൂടെ എതിർവശത്തുള്ള കവാടത്തിലേക്ക് പുറത്തു വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ഇവിടെ മെട്രോ ബാങ്ക് കാണാം. അതുപോലെയുള്ള കാഴ്ചകൾ, ഇവിടെ ജനങ്ങൾ ഏറ്റവും അധികം ഉള്ള ഒരു സ്ഥലമാണ്. സിറ്റി സെൻറ്ററൊക്കെ ഇവിടെയാണ്. സിറ്റി സെൻറ്റർ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ സിറ്റി സെൻറ്ററും സ്ഥിതി ചെയ്യുന്നത് ഒരു സ്ഥലം എന്ന രീതിയിൽ ആൾക്കാർ കൂടുതൽ ഉള്ള ഒരു ഏരിയ ആയിട്ട് ഈ സ്ഥലം അറിയപ്പെടുന്നു. ബിൽഡിംഗ് എന്നുള്ള ബിൽഡിങ്ങും ഏരിയയും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. Oh my God! കോസ്റ്റ എന്ന ഷോപ്പും ഇന്ന് ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കണ്ടൊരു ഷോപ്പാണ്. ആ കോസ്റ്റ എന്ന ഷോപ്പിനെ കാണാം. അൾസ്റ്റർ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വഴിയിൽ തന്നെയാണ് നമ്മളുള്ളത്. അടുത്ത എപ്പിസോഡിൽ അൾസ്റ്റർ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറുന്ന രംഗവും അവിടെയുള്ള കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, വീണ്ടും കാണാം. നിരവധി കാഴ്ചകൾ, ഇംഗ്ലണ്ടിലെ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ.